അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനാദരവേണിൽ നിറഞ്ഞ ഉസ്താദുമാർ, ശബ്ദം ശ്രവിക്കുന്ന മറ്റു കൂട്ടുകാർ, ഇന്നിവിടെ എന്നിൽ അർപ്പിതമായ വിഷയം കലയും സാഹിത്യവും സമൂഹത്തെ നിർമ്മിക്കുന്ന വിധം എന്നുള്ളതാണ്. കല, സാഹിത്യം എന്നുള്ളത് മനുഷ്യ ജീവിതത്തിൻ്റെ വളരെ ആഴത്തിൽ സ്പർശിക്കുന്ന ഒന്നാണ്. ഒരു മനുഷ്യൻ കലാബോധമുണ്ടാകുന്ന ഒരാളാവുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. ചരിത്രപരമായും സാംസ്കാരികപരമായും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കലയ്ക്കും സാഹിത്യത്തിനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ കൊണ്ടുവരാനും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ കലാപരമായി പരിഹരിക്കാനും കലക്കും സാഹിത്യത്തിനും സാധ്യമാവുന്നു. പക്ഷേ ഇന്ന് ഈ ലോകത്ത് അക്രമപരമായ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു വേദിയാണ് കലയും സാഹിത്യവും എന്നുള്ളത്. ആദ്യമായി കലയും സാഹിത്യവും എങ്ങനെ സമൂഹ നിർമ്മാണത്തിൽ വലിയ പങ്കുവഹിക്കുന്നു എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം സാമൂഹികമായ ഉണർവ് നൽകുന്നു എന്നുള്ളതാണ്. ചിത്രകല, അതുപോലെ കഥ, കവിത തുടങ്ങിയ കലകൾ മനുഷ്യനിലും സമൂഹത്തിലും ഒരുപാട് ഉണർവുകൾ നൽകാറുണ്ട്. ടോൾസ്റ്റോയുടെ ചിത്രകലകൾ ഒരുപാട് പേരെ ഉണർത്താൻ സാധിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. അതുപോലെ തന്നെ നമുക്കറിയാം ലോക പ്രശസ്തമായ താരിഖ് ബിൻ സിയാദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസംഗം. അന്ന് സ്പെയിൻ കീഴടക്കാൻ പോയ സൈന്യത്തിന് മുമ്പിൽ അദ്ദേഹത്തിന്റെ പ്രസംഗ കല കൊണ്ട് ആ സൈന്യത്തിന് ഒരു ഊർജവും ഒരു ഉണർവും അദ്ദേഹം നൽകുകയുണ്ടായി. ഇതുകൊണ്ടാണ് കലയും സാഹിത്യവും സമൂഹത്തിന് ഒരു ഉണർവും ഊർജവും നൽകുന്നു എന്ന് പറയുന്നത്. രണ്ടാമതായി ചിന്താവികാരത്തിന്റെ പ്രതീകമാണ് കലയും സാഹിത്യവും. ഒരു കലയിലൂടെ ഏതൊരു കലയെടുത്താലും ആ കലയിലൂടെ അതിലൂടെ ചിന്തിപ്പിക്കാനും ഒരുപാട് ചിന്തകൾക്ക്, ഒരു വികാരങ്ങൾക്ക് കാരണമാവാനും സാധിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു കലാസൃഷ്ടി കാണുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നു. മറ്റൊന്നാണ് സമൂഹ പരിഷ്കാരം എന്നുള്ളത്. അതായത് സമൂഹത്തിൽ ഉണ്ടാകുന്ന അനീതികളെയും അക്രമങ്ങളെയും അസഹിഷ്ണുതകളെയും ചൂണ്ടിക്കാണിക്കാനും അതിനെതിരെ പ്രതികരിക്കാനും കലയിലൂടെയും സാഹിത്യത്തിലൂടെയും സാധിക്കാറുണ്ട്. ഇസ്ലാമിൽ എത്രത്തോളം കലയ്ക്കും സാഹിത്യത്തിനും പ്രാധാന്യമുണ്ടെന്ന് പരിശോധിച്ചാൽ ഇസ്ലാമിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാഹിത്യ സംഹിതയാണ് വിശുദ്ധ ഖുർആൻ. അന്ന് അറബികളുടെ അത്രയും സാഹിത്യത്തിൽ ഉന്മതിയിലുള്ള അറബികളുടെ മേലെയാണ് അന്ന് ഖുർആൻ അവതരിച്ചത്. എന്നിട്ട് പോലും അവരോട് വെല്ലുവിളിക്കുകയാണുണ്ടായത് ഇതിനേക്കാൾ വലിയൊരു സാഹിത്യ സംഹിത കൊണ്ടുവരാൻ വേണ്ടി. അതുപോലെ തന്നെ ഇസ്ലാമിൽ ഒരുപാട് ചരിത്രങ്ങൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്കിടയിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചു, കലാപരമായ മത്സരങ്ങൾ സംഘടിപ്പിച്ചു എന്നുള്ളതും അവരെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതും. മറ്റൊരു വലിയ ഉദാഹരണമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രണയ കാവ്യമായ ഖസീദത്തുൽ ബുർദ എന്നുള്ളത്. ഇങ്ങനെ എടുത്തു പരിശോധിച്ചാൽ ഇസ്ലാമിൽ ഒരുപാട് പ്രാധാന്യം കലയ്ക്കും സാഹിത്യത്തിനും നൽകിയതായി കാണാൻ സാധിക്കും. ഇന്ന് ഉയർന്നു വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് സിനിമയിലൂടെയുള്ള ചിത്രീകരണങ്ങൾ. സിനിമ എന്ന കലാരൂപത്തിലൂടെ ഒരുപാട് മോശമായ കാര്യങ്ങളാണ് സമൂഹത്തിന് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ അടുത്ത് കേരള സ്റ്റോറി എന്ന പേരിൽ പുറത്തിറക്കിയ സിനിമ ഒരുപാട് വിവാദങ്ങൾക്ക് കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത് ഒരു മതത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രൂപത്തിലാണ് അത് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ കൊല, വ്യഭിചാരം, കള്ള്, ലഹരി പോലുള്ള കാര്യങ്ങളെല്ലാം സമൂഹത്തിൽ നോർമലായ ഒരു കാര്യമാണ് എന്ന് കാണിക്കുന്ന തരത്തിലാണ് സിനിമകളിലൂടെ ചിത്രീകരിക്കപ്പെടുന്നത്. അതുപോലെ മറ്റൊരു വെല്ലുവിളിയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുക എന്നുള്ളത്. ഈ അടുത്ത് നമുക്കറിയാം, ഗൗരി ലങ്കേഷ് എന്ന മാധ്യമ പ്രവർത്തകർക്ക് വെടിയേറ്റം വരിച്ചത്. ആ മാധ്യമ പ്രവർത്തക മരണപ്പെട്ടത് തൻ്റെ കലാ സാഹിത്യ കഴിവുകളിലൂടെ, മാധ്യമത്തിന്റെ കഴിവുകളിലൂടെ സത്യം തുറന്നു കാട്ടിയത് കൊണ്ടാണ്. മറ്റൊരു വെല്ലുവിളിയാണ് കലോത്സവ വേദികളിലൊക്കെ നടക്കുന്ന അക്രമങ്ങളും അപ്പീലുകളുടെ പെരുമഴയും. ഇവിടെയൊക്കെയാണ് സാഹിത്യോത്സവ വേദികൾ
കലാസാഹിത്യ വേദികൾക്ക് ഏറ്റവും വലിയ ഉദാഹരണങ്ങളായി മാറുന്നത്. നമ്മുടെ പൗരന്മാർക്ക്, രാജ്യത്തെ പൗരന്മാർക്ക് കലയും സാഹിത്യവും തുറന്നു കാണിക്കാനുള്ള വലിയ ഒരു ഭയവുമില്ലാതെ കലയും സാഹിത്യവും തുറന്നു കാണിക്കാനുള്ള ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാവണം. അതിന് ഭരണകൂടവും മാധ്യമങ്ങളും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.